ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാവേ. ഓക്കെ, അങ്ങനെ നമ്മളതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷമാണ് കേട്ടോ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളിൽ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അര ഗ്ലാസ് അളവിൽ കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിലായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളവും ഒഴിച്ചതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഏകദേശം ഒരു 2 വിസിലേക്ക് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളാക്കി ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എങ്കിൽ മാത്രമേ ഈ കറിയിൽ ആ ഒരു മസാലയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് അധികം തന്നെ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കറിയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മൾ ഈ കറി ഒന്ന് കുറുക്കിയെടുക്കുന്നത് വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ച് നമ്മളൊന്ന് കുറുക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്ലേവർ ഉണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തും കൂടി നോക്കുക.